തുറന്നിട്ട് എന്താ അതിൻ്റെ കംപ്ലൈൻ്റ് എന്ന് നമുക്ക് നോക്കാം. അപ്പം ഫസ്റ്റ് നമുക്കിത് ഓപ്പൺ ചെയ്ത് നമുക്ക് അതിൻ്റെ ബോർഡ് എടുത്ത് നമുക്ക് നോക്കാം എന്താ പ്രോബ്ലം എന്ന്. അപ്പം ഞാനിത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളിലൊക്കെ ഫുള്ള് ഡസ്റ്റൊക്കെയാണ്. അതൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഈ കാണുന്നതാണ് നമ്മുടെ SMBS സെക്ഷനാണ്. ഹീറ്റ് സിങ്ക് കാണുന്നതാണ് നമ്മുടെ മെയിൻ ആംപ്ലിഫയർ സെക്ഷൻ. നമുക്കിത് എല്ലാം ഞാൻ പാർട്സാക്കി. ഇത് നമ്മുടെ ഫ്രണ്ട് പാനൽ, പിന്നെ മെയിൻ ക്യാബിൻ ബോർഡ് സെപ്പറേറ്റ് ആക്കി. നമ്മുടെ ബോർഡ് ഞാൻ സെപ്പറേറ്റ് അഴിച്ച് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ 3 സെറ്റാക്കി മാറ്റി വെച്ചേക്കാണ്. നമുക്കിനി ബോർഡ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം, എവിടെയൊക്കെ എന്താ ഇതിൻ്റെ ഫാൾട്ട് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഗ്രൗണ്ട് ആംപ്ലിഫയർ ആകുമ്പോൾ ഫുള്ള് SMD കമ്പോണൻസ് ആണ്. സർവീസ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതാണ്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ഇത് സർവീസ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പം ഇതാണ് ഇതിൻ്റെ നമ്മുടെ ബോഡി, നമ്മുടെ മെയിൻ ബോർഡാണ്. ഒറ്റ സിംഗിൾ ബോർഡാണ് ഇതിനകത്ത് വരുന്നത്. ട്രാൻസ്ഫോമറിൽ SMBS ആണ് ഈ മോഡലിനകത്ത് വരുന്നത്. അപ്പോൾ ആ ഹീറ്റ് സിങ്കിൻ്റെ ഉള്ളിലാണ് നമ്മുടെ മെയിൻ ഔട്ട്പുട്ട് ട്രാൻസിസ്റ്റർ വരുന്നത്. ഇതൊരു സ്റ്റീരിയോ ആംപ്ലിഫയർ ആണ്. ഈ കാണുന്ന SMBS. ഇപ്പം ഇതിൻ്റെ പവർ ഓൺ ആവുന്നില്ല എന്ന് വെക്കുമ്പോഴേ നമ്മൾ ആദ്യം നോക്കേണ്ടത് SMBS സൈഡാണ്. SMBS സൈഡ് എന്തെങ്കിലും ഫാൾട്ട് ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് പിന്നെ ആംപ്ലിഫയർ സൈഡിലേക്ക് പോകാം. എൻ്റെ ഒരു നിഗമനത്തിൽ ഇതിൻ്റെ പ്രൈമറി സൈഡ് ഓക്കെയാണ് SMBSൻ്റെ. പിന്നെ ഔട്ട്പുട്ട് സൈഡിലായിരിക്കും എന്തെങ്കിലും വിഷയം വരാൻ സാധ്യതയുള്ളത്. നമ്മൾ അതിൻ്റെ ഔട്ട്പുട്ട് റെക്ടിഫയർ സൈഡ്, ഔട്ട്പുട്ട് ഡയോഡുകളെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ഷോർട്ട് വല്ലതും ഉണ്ടോയെന്ന്. മീറ്റർ കണ്ടിന്യൂറ്റി മോഡിലിട്ടേക്കാണ്. ഇതൊക്കെയാണ്. ഈ ഡയോഡ് ഷോർട്ടായിട്ടാണ് കാണിക്കുന്നത്. ഇത് ഷോർട്ടാണ്. ഈ ഡയോഡ് ഓക്കെയാണ്. ഈ ഡയോഡും നമുക്ക് ഷോർട്ട് കാണിക്കുന്നുണ്ട്. ഈ ഡയോഡ് ഓക്കെയാണ്. ഈ ഡയോഡ് ഓക്കെയാണ്. ഇതൊക്കെയാണ്. ഇതൊക്കെയാണ്. നമ്മളിത് ഷോർട്ടായിട്ടാണ് തോന്നുന്നത്. അത് അഴിച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഫോർവേഡ് നോക്കുമ്പോഴും റിവേഴ്സ് നോക്കുമ്പോഴും ലോ റെസിസ്റ്റൻസ് ആണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഷോർട്ടായിട്ടാണ് കാണിക്കുന്നത്. ഇതൊക്കെയാണ്. അപ്പം ഇത് നമ്മൾ സംശയമാണ്. ഈ ഡയോഡ് അഴിച്ച് ചെക്ക് ചെയ്യണം. ഈ ഡയോഡും ഈ 2 ഡയോഡ് അഴിച്ച് ചെക്ക് ചെയ്യണം. അപ്പം ഈ 2 ഡയോഡ് നമ്മൾ ഡൗട്ടാണ്. ഇത് 2 സെയിം ലൈനാണ്. അപ്പം നമ്മുടെ ട്രാക്ക് കൺട്രോൾ ഇത് 2 സെയിം ഒരു കപ്പാസിറ്ററിലേക്കാണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പം ഏതെങ്കിലും ഒന്ന് ഷോർട്ട് കാണാൻ വഴിയുള്ളൂ. നമുക്ക് അഴിച്ച് ഈ കപ്പാസിറ്റർ ഷോർട്ടായിരിക്കാം. കപ്പാസിറ്ററിൻ്റെ കേസിൽ ഷോർട്ടൊന്നും കാണിക്കുന്നില്ല.
ഡയോഡ് നമുക്ക് അഴിച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യത്തെ ഷോർട്ടായിട്ട് തോന്നിയ ഡയോഡ് അഴിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് മീറ്റർ വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ മീറ്റർ വെച്ച് ചെക്ക് ചെയ്ത് നോക്കിയപ്പം ഈ ഡയോഡ് ഇപ്പോൾ ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. ബോർഡിൽ ഷോർട്ടായിട്ടാണ് കാണിച്ചത്. അടുത്ത ഡയോഡ് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. അതെപ്പോഴും ഷോർട്ട് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഡയോഡ് റിമൂവ് ചെയ്ത് നോക്കാം. രണ്ട് ഡയോഡും റിമൂവ് ചെയ്ത് ഇപ്പോൾ റിമൂവ് ചെയ്ത ഡയോഡും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഡയോഡ് ഷോർട്ടാണ്. ഈ ഡയോഡ് ഷോർട്ടാണ് കാണിക്കുന്നത്. ഈ ഡയോഡ് ചെക്ക് ചെയ്യാൻ നമുക്ക് ഇതിൻ്റെ വാല്യൂ കാണിക്കുന്നുണ്ടോ? അപ്പം ഇതിൻ്റെ പവർ സപ്ലൈ സെക്ഷനിൽ സെക്കൻഡറി കിടന്ന ഈ ഡയോഡ് ഷോർട്ടായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിത് റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ ആംപ്ലിഫയർ റെഡി ആയെന്ന് നോക്കാം. ഞാൻ ഒന്നുകൂടെ ചെക്ക് ചെയ്ത് കാണിക്കാം. ഫോർവേഡും റിവേഴ്സിലും ഇത് ഷോർട്ടായിട്ടാണ് കാണിക്കുന്നത്. നമ്മൾ ഈ ഡയോഡ് സെയിം സ്പെയർ വാങ്ങിച്ചിട്ട് നമുക്ക് മാറാം. അപ്പം ഡയോഡ് റിമൂവ് ചെയ്തിട്ടേക്കാണ്. എന്നിട്ട് ജസ്റ്റ് കണ്ടിന്യൂറ്റി ഇപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം നമ്മുടെ ഔട്ട്പുട്ട് സൈഡിൽ ഷോർട്ടൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഇത് നമ്മുടെ SMPSൻ്റെ ഔട്ട്പുട്ട് സൈഡാണ്. അപ്പോൾ ഔട്ട്പുട്ട് സൈഡ് ഇപ്പം ഷോർട്ടൊന്നും കാണിക്കുന്നില്ല. സൈഡ് ഓക്കെ ആയിട്ടുണ്ട്. ബാക്കിയെല്ലാം ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. നമുക്ക് നമ്മുടെ ഡാമേജായ ഡയോഡ് പുതിയത് വാങ്ങിച്ച് റീപ്ലേസ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ SMPSൻ്റെ സൈഡിൽ നിന്ന് ഞാൻ റിമൂവ് ചെയ്ത് രണ്ട് ഡയോഡുകൾ. നമ്മുടെ ഈ രണ്ട് ഡയോഡുകളാണ് ഇവിടുന്ന് റിമൂവ് ചെയ്തത്. കൂടെ ഹീറ്റ് സിങ്ക് ആയിരുന്നു, അത് അഴിച്ചെടുത്തിട്ടാണ് നമ്മൾ റിമൂവ് ചെയ്തത്. ഇവിടെ ഇതിൻ്റെ റെക്റ്റിഫയറും മോസ്ഫെറ്റുകളാണ് വരുന്നത്. നമ്മുടെ SMPSൻ്റെ ഡ്രൈവിംഗ് പ്രൈമറി സെഷനിൽ വരുന്ന ഭാഗങ്ങളാണ്. റെക്റ്റിഫയറും പിന്നെ രണ്ട് മോസ്ഫെറ്റും വരുന്നുണ്ട്. ഇത് പ്രൈമറി സൈഡിലെ ഫിൽറ്റർ കപ്പാസിറ്ററാണ്. ഇത് ആണ് സെക്കൻഡറി സൈഡിലെ ഫിൽറ്റർ കപ്പാസിറ്റേഴ്സാണ് ഈ കിടക്കുന്നത്. ഇത് നമ്മുടെ AC മെയിൻ ഇൻപുട്ട് വരുന്നതാണ്. ഇവിടെ ഒരു ഫ്യൂസ് ഉണ്ട്. ഈ ഒരു സെക്ഷൻ ഫുള്ള് SMPS സൈഡാണ്. ഇതാണ് നമ്മുടെ ആംപ്ലിഫയർ സെക്ഷൻ.
ഈ 2 ഡയോഡാണ് റിമൂവ് ചെയ്തേക്കുന്നത്. ഇതായിരുന്നു നമ്മുടെ ഹീറ്റ് സിങ്ക് റിമൂവ് ചെയ്തത്. ഹീറ്റ് സിങ്കിലേക്ക് നമ്മുടെ ഡയോഡുകളെല്ലാം ക്ലിപ്പ് ചെയ്താണ് പിടിപ്പിക്കുന്നത്. സ്ക്രൂയിങ് ഒന്നുമല്ല, എല്ലാം നമ്മൾ സ്റ്റീലിൻ്റെ ക്ലിപ്പുകളാണ് ഉപയോഗിച്ചേക്കുന്നത്. ഇതുപോലുള്ള ക്ലിപ്പുകൾ വെച്ചിട്ടാണ്, ഈ കാണുന്ന ക്ലിപ്പ് വെച്ചാണ് ഓരോ ഡയോഡുകളും ഹീറ്റ് സിങ്കുമായിട്ട് ചേർത്ത് നിർത്തുന്നത്. നമ്മുടെ ഹീറ്റ് സിങ്ക് ജസ്റ്റ് നമ്മുടെ 2 ഹോൾ കാണുന്നില്ല, ആ ഹോളിലേക്ക് ഇറക്കി ഇട്ട് കഴിഞ്ഞാൽ ഈ അടിയിലത്തെ ലോക്കിൽ ഈ ലോക്ക് ബോഡി ലോക്കായി അവിടെ സീറ്റിംഗ് ആയിട്ട് ഇരുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ ഓരോ ക്ലിപ്പ് വിട്ട് ഡയോഡുകളെല്ലാം ലോക്ക് ചെയ്ത് വെക്കണം. ഇപ്പോൾ ഇവിടെ പുതിയ ഡയോഡുകൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഹീറ്റ് സിങ്കിൽ പിടിപ്പിച്ചു. ഹീറ്റ് സിങ്കും അതിൻ്റെ ക്ലിപ്പ് ഇട്ട് ഡയോഡുകളെല്ലാം ഹീറ്റ് സിങ്കുമായിട്ട് ചേർത്ത് ഉറപ്പിക്കുകയാണ്. ഹീറ്റ് സിങ്ക് പിടിപ്പിച്ച് കഴിഞ്ഞു. സ്റ്റീൽ ക്ലിപ്പ് ഓരോന്നായിട്ട് പിടിപ്പിച്ചു. അപ്പം എല്ലാം കഴിഞ്ഞ് നോക്കിയപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് സ്റ്റേജിൽ ഒരു ട്രാൻസിസ്റ്റർ ഷോർട്ട് കാണിച്ചു. ആ ട്രാൻസിസ്റ്റർ റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചാനൽ 1ൻ്റെ ഒരു ട്രാൻസിസ്റ്റർ ഷോർട്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ 1ൻ്റെ സൈഡിലെ ഒരു ഡ്രൈവർ ട്രാൻസിസ്റ്റർ, പിന്നെ 2 മോസ്ഫെറ്റുകൾ, പിന്നെ 4 ഡയോഡ്, അങ്ങനെ ഇതെല്ലാം ഷോർട്ടായിട്ട് കാണിച്ച് സാധനങ്ങളെല്ലാം ഞാൻ റിമൂവ് ചെയ്ത് പുതിയ പാർട്സ് റീപ്ലേസ് ചെയ്തു. വീഡിയോ ലെങ്തി ആവുന്നതുകൊണ്ട് അതൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ അത്രയും പാർട്സുകൾ റിമൂവ് ചെയ്ത് പുതിയ പാർട്സ് റീപ്ലേസ് ചെയ്തു. ഇപ്പം ഞാൻ റിമൂവ് ചെയ്ത നമ്മുടെ ട്രാൻസിസ്റ്ററാണ്. ഈ ട്രാൻസിസ്റ്റർ ഷോർട്ടാണ്, ഫുൾ ഷോർട്ടായിട്ടാണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് ആ ട്രാൻസിസ്റ്റർ റീപ്ലേസ് ചെയ്യേണ്ടി വരും. ഈ ട്രാൻസിസ്റ്ററൊക്കെ ഇളക്കുന്നതിനായിട്ട് നമ്മുടെ ഹീറ്റ് സിങ്ക് മുകളിൽ കാണുന്ന ഒരു 2 പാർട്ടായിട്ടാണ് വരുന്നത്. നമ്മുടെ മുകളിലത്തെ പാർട്ട് ഇളക്കി കഴിഞ്ഞാൽ അടിയിൽ നമുക്ക് സ്ക്രൂ കാണാൻ കഴിയും. സ്ക്രൂ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസിസ്റ്റർ ഇളക്കാം. അടിയിൽ സോൾഡറിങ് ഉണ്ട്. സോൾഡറിങ് ഡീസോൾഡർ ചെയ്ത് നമുക്ക് ട്രാൻസിസ്റ്റർ ഈസിയായിട്ട് ഇളക്കിയെടുക്കാം. കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ച് വർക്കാണിത് ചെയ്യുന്നത്. ആ 2 ട്രാൻസിസ്റ്റർ ഓക്കെയാണ്, അത് ഞാൻ ചെക്ക് ചെയ്തു. തിരിച്ചതിൻ്റെ മുകളിലത്തെ ഹീറ്റ് സിങ്ക് ഉറപ്പിക്കുകയാണ്. ചെയ്യുന്ന പ്രോസസ്സാണ് കാണുന്നത്. അങ്ങനെ പ്രസ് ചെയ്ത് നമുക്ക് നല്ല ഉറപ്പിച്ച് വെക്കാം. വീഡിയോ നീണ്ടു പോകുന്നതുകൊണ്ട് എല്ലാം ഒന്നും കാണിക്കാൻ കഴിയില്ല. അതുമാത്രമല്ല, പണിയുടെ ഇടയ്ക്ക് വീഡിയോ എടുക്കുന്ന ബുദ്ധിമുട്ടായതുകൊണ്ടും ഞാൻ ട്രാൻസിസ്റ്റർ പുതിയത് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. പുതിയ ട്രാൻസിസ്റ്റർ വാങ്ങിച്ചിട്ട് ഞാനവിടെ സോൾഡർ ചെയ്ത് ഫിക്സ് ചെയ്ത് ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഹീറ്റ് സിങ്ക് ഉറപ്പിച്ചാൽ മതി. അതിൻ്റെ കൂടെ തന്നെ ഒരു നമ്മൾ മാറിയ ഭാഗങ്ങളാണ് ഞങ്ങൾക്ക് പറയുന്നത്. ഡയോഡ് മാറിയായിരുന്നു. പിന്നെ ഇവിടെ ഫസ്റ്റ് അവിടുത്തെ ഒരു 2 മോസ്ഫെറ്റ് 2 സൈഡിലായിട്ട്, ഒരു മോസ്ഫെറ്റ് അവിടെ, അപ്പുറത്ത് ഒരു മോസ്ഫെറ്റ്, 2 മോസ്ഫെറ്റ് IRF 260 അതും റീപ്ലേസ് ചെയ്തു. പിന്നെ MEJ 150-33 ട്രാൻസിസ്റ്റർ
പിന്നെ 4 ഡയോഡുകൾ അതിന് താഴെയായിട്ട് വരുന്ന 4 ഡയോഡുകൾ സീരീസ് ആയിട്ട് വരുന്നതാണ്. അതും ഷോർട്ടായിരുന്നു, അത് പുതിയത് റീപ്ലേസ് ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ സെറ്റൊന്ന് ഓണാക്കി നോക്കുകയാണ്, വർക്ക് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി. അപ്പം ഞാൻ ജസ്റ്റ് പവർ കൊടുത്തൊന്ന് ഓണാക്കുകയാണ്. ഓണാക്കി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഫുള്ള് ഫിക്സ് ചെയ്യാം. ഞാൻ UPS കൊടുത്താണ് ആദ്യം ചെക്ക് ചെയ്യുന്നത്. സീരിയൽ ബൾബിന് പകരം ഞാൻ സാധാരണ UPS ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ സെറ്റ് ഓണാവുന്നുണ്ട്. അപ്പോൾ സെറ്റ് വർക്കിംഗ് ആയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി നമുക്ക് ഇത് ഫുള്ള് റീസെറ്റ് ചെയ്ത് നമുക്ക് ഒന്ന് സോങ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ടെസ്റ്റിങ്ങിലേക്ക് പോകാം. അടുത്ത ടെസ്റ്റിംഗ് വീഡിയോ ആണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ സെറ്റ് ആദ്യം ഓണാക്കുകയാണ്. മിക്സറുമായിട്ട് കണക്ട് ചെയ്തിട്ട് ചാനൽ ഓണായിരുന്നല്ലോ കംപ്ലൈൻറ്റ്. ഞാൻ ഇപ്പം ചാനൽ കൊണ്ട് മാത്രമേ ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി. ഞാൻ എല്ലാം ടെസ്റ്റ് ചെയ്തു, പക്ഷേ ഇപ്പം വീഡിയോ ലെങ്ത് ആവുന്നതുകൊണ്ട് ചാനൽ കൊണ്ട് മാത്രം ഒന്ന് ടെസ്റ്റ് ചെയ്യുകയാണ്. പവർ ഓൺ ആക്കിയിട്ടുണ്ട്. മിക്സറുമായിട്ട് ചാനൽ 1 കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു ചാനൽ 1 നിന്നുള്ള സ്പീക്കർ ലൈൻ കൊടുത്തിട്ടുണ്ട്. സ്പീക്കർ ലൈൻ കൊടുത്തിട്ടേക്കാണ്. ചാനൽ 1ൻ്റെ ഔട്ടാണ് എടുത്തേക്കുന്നത്. അതേപോലെ ചാനൽ 1 ഇന്ന് മിക്സറിൽ നിന്നുള്ള ഇന്ന് കൊടുത്തിട്ടുണ്ട്. മിക്സറിൽ നിന്നുള്ള ലൈനാണ് ഇത്. നൈറ്റ് ആയതുകൊണ്ട് വെളിച്ചം ഇച്ചിരി കുറവുണ്ട്, സഹകരിക്കണം. അപ്പോൾ സ്പീക്കർ ലൈനും കൊടുത്ത് മിക്സറിൽ നിന്നുള്ള ആഡിയോ ഇൻപുട്ടും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒരു സോങ് പ്ലേ ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ടെന്ന് കേട്ട് നോക്കാം. ഇതിൻ്റെ റിപ്പയർ സക്സസ് ആയിട്ടുണ്ട്. നമ്മുടെ ആഡിയോ ഔട്ട്പുട്ട് കിട്ടിത്തുടങ്ങി. അപ്പം ഈ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും വീഡിയോ ഉണ്ട് നല്ല സപ്പോർട്ട് തരണമെന്ന് അപേക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.